ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ഇഡി അന്വേഷണത്തിനിടയിലും കെ.ഡി. പ്രതാപന്റെ നിക്ഷേപ തട്ടിപ്പ്. HR ഇന്നൊവേഷൻ എന്ന പേരിൽ 68 ലക്ഷം രൂപയാണ് ജാർഖണ്ഡിൽ നിന്ന് തട്ടിയത്. ഇഡി സ്വത്ത് കണ്ടുകെട്ടിയതിനു പിന്നാലെയാണ് തട്ടിപ്പുകൾ ആവർത്തിച്ചത്. ഇഡി കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. ഇതര സംസ്ഥാനത്ത് പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്തത് ഹൈറിച്ച് ഗ്രൂപ്പ് ലീഡറുടെ പേരിലെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. ജാർഖണ്ഡിൽ HR ഇന്നൊവേഷൻ സ്കീം എന്ന പേരിലാണ് 68 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ഓവർസീസ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയാണ് നിക്ഷേപം സ്വീകരിച്ചത്. 24 ദിവസം കൊണ്ടാണ് 68.33 ലക്ഷം രൂപ തട്ടിയത്. ഏപ്രിൽ 2024 തട്ടിപ്പുകൾ നടന്നത്. ഹൈറിച്ച് ഉടമകളായ കെ.ഡി. പ്രതാപനെയും ഭാര്യ ശ്രീനിയെയും ഇഡി ചോദ്യം ചെയ്യുകയും പ്രതികളുടെ അക്കൗണ്ടുകൾ ഇഡി മരവിപ്പിക്കുകയും ചെയ്തതിനു ശേഷമാണ് തട്ടിപ്പുകൾ എന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നിന്ന് ഹൈറിച്ച് ഇന്നൊവേഷൻ എന്ന പേരിൽ തട്ടിക്കൂട്ടിയ കമ്പനിക്കായി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ അക്കൗണ്ടും തുറന്നിരുന്നു. ക്രിപ്റ്റോ കറൻസി വഴി സമാഹരിച്ച പണം ഹൈറിച്ച് ഉടമകൾ വിദേശത്തേക്കാണ് കടത്തിയതെന്നാണ് സൂചന. ഹൈറിച്ച് മണി ട്രേഡിന്റെ തെളിവുകൾ സൈബർ സാങ്കേതിക വിദഗ്ധർ ശേഖരിച്ചിരുന്നു. 3 വാലറ്റുകളിലേക്കായിരുന്നു കോടികൾ എത്തിയത്. തട്ടിപ്പിലൂടെ സമാഹരിച്ച പണം നിക്ഷേപിച്ചത് എവിടെയെല്ലാമാണെന്നും ബിനാമി ഇടപാടുകൾ നടത്തിയതിന്റെ വിവരങ്ങളും ശേഖരിക്കാൻ വിശദമായ അന്വേഷണത്തിലാണ് ഇഡി. 1693 കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. ജനം, കൊച്ചി.